സംസ്ഥാനത്ത് നെൽകർഷകർ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെ 11 മണിക്ക് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ടാകും. താങ്ങുവില 35 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ഇപ്പോഴത്തെ ആവശ്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റ് ആയതുകൊണ്ട് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ്. കാർഷിക ജില്ലയായ പാലക്കാട്ടെ കർഷകരുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. അവിടേക്കാണ് നമ്മൾ ഇനി ക്യാമറ ചലിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കാർഷിക ജില്ലയായ പാലക്കാട്ടെ കർഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവില തന്നെയാണ്. 35 രൂപയെങ്കിലും ആക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് കർഷകർക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉൽപ്പാദന ചെലവ് വളരെയേറെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 35 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ ക്രമാതീതമായ വർധനവ് അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടിയാണ് ഒരു 35 രൂപ കിലോയ്ക്ക് നെല്ല് വില പ്രഖ്യാപിച്ച് അത് സംഭരിക്കണമെന്നാണ് ഒരാവശ്യം. കേന്ദ്രം നൽകുന്ന താങ്ങുവില സംസ്ഥാന സർക്കാർ കുറയ്ക്കുന്നതുകൊണ്ട് കർഷകർക്ക് അതും ഇരട്ടി തിരിച്ചടിയാവുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ സാമ്പത്തിക വർഷവും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിന് ആനുപാതികമായ ഒരു വർധനവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും നൽകിയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 8 രൂപ 80 പൈസ വരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബോണസ് എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നത് ഓരോ സാമ്പത്തിക വർഷം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ആശ്വാസമല്ല, കൃഷിക്കാർക്ക് വളരെയേറെ ദുരിതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇൻഷുറൻസ് കർഷകരുടെ, അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ബില്ല് സംബന്ധിച്ച്. അക്കാര്യത്തിൽ എന്താണ് കർഷകർക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും വൈദ്യുതി ബില്ല് ഒരു പ്രധാന വിഷയമാണ്. കാരണം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അത് ലാഭകരമാക്കണമെങ്കിൽ വൈദ്യുതി ഫ്രീ കണക്ഷൻ അത്യാവശ്യമാണ്. ഇപ്പോൾ വൈദ്യുതി ബില്ല് കൂട്ടി വരിക, വീടുകളിൻ്റെ ആണെങ്കിലും കമേഴ്ഷ്യൽ പർപ്പസ് ആണെങ്കിലും. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ ഈ സംവിധാനം, സബ്സിഡി പോലുള്ള സംവിധാനങ്ങളും ഇലക്ട്രിസിറ്റി ബില്ലിനായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തീരാൻ ദുഃഖമാണ്, നഷ്ടമാണ്. താങ്ങുവില തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്തെങ്കിലും പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കർഷകർ. വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ബജറ്റിൽ തങ്ങളെ പരിഗണിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്.